മഴയെ തിടിഞ്ഞു വീണ കൂറ്റൻ പാറക്കല്ലിനിടയിൽപ്പെട്ട ഒരു വീട്ടമ്മ മരണത്തെ മുഖാമുഖം കണ്ട് 1 മണിക്കൂറോളം മല്ലിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തയോടുകൂടിയാണ് ഇന്ന് കേരളം ഉണർന്നത്. ആ വീട്ടമ്മയ്ക്ക് സാരമായി പരിക്കേറ്റെന്ന് പറയുമ്പോഴും വായനക്കാരിൽ പ്രത്യാശ നിറയ്ക്കുന്ന രീതിയിൽ അത്ഭുത രക്ഷപ്പെടൽ എന്ന പോസിറ്റീവ് സെൻസിലാണ് മനോരമ പത്രം ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധ സാഹചര്യങ്ങളും അതുമൂലം കുതിച്ചുയരുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർധനവും സാധാരണക്കാരന്റെ നട്ടല്ലൊടിക്കുന്ന ഈ കാലത്ത് ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യമേറുകയാണ്. ഇതിനിടയിൽ നിപ്പ, ഷിഗല്ല തുടങ്ങിയ രോഗബാധകളെ കുറിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും റെഡ് അലർട്ടുകളും മാധ്യമങ്ങളിൽ നിറയുമ്പോൾ മലയാളി വല്ലാത്തൊരവസ്ഥയിലാണ്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലാണ് മുന്നോട്ട് ജീവിക്കാനുള്ള വലിയൊരു പ്രതീക്ഷയായി ആ വീട്ടമ്മയുടെ അത്ഭുത രക്ഷപ്പെടൽ വാർത്ത മാറുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ 1 മാസം തികയുകയാണ്. ഭരണത്തിന്റെ പ്രാരംഭഘട്ടം കഴിഞ്ഞതോടെ മുൻപ് പ്രഖ്യാപിച്ച വിസ്മയങ്ങൾ ഓരോന്നായി പുറത്തെടുക്കാനുള്ള ഓട്ടത്തിലാണ് വി.ഡി. സതീശൻ. സംസ്ഥാനത്തിന്റെ കടുത്ത ധനപ്രതിസന്ധി മറികടക്കാൻ പുതിയ നികുതികൾ ഏർപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം CAG റിപ്പോർട്ട് എന്ന അത്ഭുത വിളക്കുപയോഗിച്ച് നികുതി വെട്ടിപ്പ് തടഞ്ഞ് വരുമാനം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. വാണിജ്യ നികുതി വകുപ്പിലെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ പരിശോധിച്ച് എവിടെയൊക്കെയാണ് വൻതോതിൽ നികുതി ചോർച്ചയും വെട്ടിപ്പും നടക്കുന്നതെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഈ CAG റിപ്പോർട്ട്. പുതിയ നികുതി ഭാരങ്ങളൊന്നും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ മാത്രം ഉപയോഗിച്ച് ചോർന്നു പോകുന്ന കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതെ വ്യാപാരികൾ പിരിച്ചെടുക്കുന്ന GST, മദ്യ, പെട്രോൾ നികുതികൾ എന്നിവയിലെ ചോർച്ചയും വെട്ടിപ്പും തടയുകയാണ് ലക്ഷ്യം. ബില്ലില്ലാത്ത കച്ചവടവും നികുതി ഒളിപ്പിക്കലും ഇല്ലാതാക്കിയാൽ സർക്കാരിന് വലിയ തോതിൽ അധിക വരുമാനം സ്വന്തമാക്കാം. അതുവഴി സൗജന്യങ്ങൾക്കും ക്ഷേമ പെൻഷനുകൾക്കും തടസ്സമില്ലാതെ പണം കണ്ടെത്താനും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും സാധിക്കും. ഈ പദ്ധതി സമഗ്രമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വി.ഡി. സതീശനെ സംബന്ധിച്ച് ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു അമൂല്യ നിധിയായിരിക്കും ഈ നികുതി വെട്ടിപ്പ് തടയൽ പ്രക്രിയ. അതേസമയം അതിവേഗം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടി ശൈലി സ്വീകരിച്ച് അതിശക്തമായി മുന്നോട്ടു പോകുന്ന UDF കഴിഞ്ഞ 12 വർഷത്തെ മോദി ഭരണത്തെ കണ്ടുപഠിക്കണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് BJPക്ക് 3 MLA-മാരുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മോദി സർക്കാർ കൊണ്ടുവന്നതുപോലെയുള്ള തൊഴിലവസരവും പുരോഗതിയും യുവാക്കളുടെ ഉന്നമനവും ഒക്കെ ഇവിടെയും നടപ്പിലാക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ മുറി മലയാളത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഒരു വശത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് കടുത്ത പ്രക്ഷോഭങ്ങൾക്കാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ വെല്ലുവിളിച്ച് രാജ്യത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ ജെൻസി വിഭാഗം തൊഴിലില്ലായ്മയ്ക്കും പരീക്ഷാ തട്ടിപ്പുകൾക്കുമെതിരെ രൂപീകരിച്ച CJP എന്ന പുതിയ രാഷ്ട്രീയ കൂട്ടായ്മ ജന്തർ മന്ദറിൽ ശക്തമായ സമരത്തിലാണ്. രാജ്യത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തിയെഴുതുന്ന വലിയൊരു ജനരോക്ഷമാണ് ഡൽഹിയിൽ കാണാനാകുന്നത്. ആയിരക്കണക്കിന് യുവാക്കൾ ഒരേ സ്വരത്തിൽ മോദി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ജന്തർ മന്ദറിലുള്ളത്. രാജ്യത്തെ യഥാർത്ഥ സാഹചര്യങ്ങളൊന്നും തിരിച്ചറിയാതെയാണ് മോദിയുടെ ഇന്ത്യയെ പോലെ കേരളത്തെ മാറ്റണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇതിനെ കേവലം രാഷ്ട്രീയ മണ്ടത്തരമെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? സാമ്പത്തിക സ്ഥിതി ശക്തമായില്ലെങ്കിൽ അത് എന്ത് ഐഡിയോളജി, ഏത് പുസ്തകം വായിച്ചാലോ, കാൾ മാർക്സ് വായിച്ചാലോ, വേറെ ഏതെങ്കിലും നെഹ്റുവിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചാലോ, സാമ്പത്തിക സ്ഥിതി ശക്തമായിട്ടില്ലെങ്കിൽ, ശക്തമാക്കുന്നില്ലെങ്കിൽ ആ സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫെയിലാവും. അതൊരു സത്യമാണ്, അതൊരു ബേസിക് സത്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇലക്ഷൻ്റെ സമയത്ത് സൗജന്യ യാത്ര, ഇത് ചെയ്യും മറ്റേത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഫിസ്ക്കൽ സിറ്റുവേഷനാണ്. അപ്പോൾ 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിക്ക് ഇതൊന്നും മനസ്സിലായില്ലേ? അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടും ഒരു വാഗ്ദാനം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നമുക്കെല്ലാവരും, ഞാൻ ഇവിടെ വന്ന് മാർച്ച് 25 വന്ന് നമ്മൾ മാധ്യമ സുഹൃത്തോട് ഞാനൊരു റിക്വസ്റ്റ് അന്ന് പറഞ്ഞതായിരുന്നു. നമ്മളെ നാടിനെ ബാധിക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ട്, ഫണ്ടമെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് ഇന്ത്യയിൽ നരേന്ദ്രമോദിജി നടപ്പിലാക്കുമ്പോൾ ഇവിടെയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മളെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച്,
തൊഴിലിനെ കുറിച്ച്, നിക്ഷേപത്തിനെ കുറിച്ച്. നമ്മൾ ഈ ഭരണനാടകം 50% 60% നമ്മൾ കവർ ചെയ്യണം. അത് കവർ ചെയ്യാണ്ട് നമുക്ക് ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു 40-50% നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചായിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? വിവാദങ്ങൾ, ഡീല്, പ്രചരണം നടത്തി, വെറുതെ ഒരു വാഗ്ദാനം കൊടുത്ത് ഒരു പാർട്ടി ജയിക്കുന്നു. ഓക്കെ, അവർ ജയിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ 12 കൊല്ലം നരേന്ദ്രമോദിജീൻ്റെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പഠിക്കേണ്ടത് ഒരു കാര്യമാണ്. ജനാധിപത്യം, ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് സംസ്ഥാനത്തിലും ആവശ്യം, രാജ്യത്തിലും ആവശ്യം. ഇതാണ് 100% സത്യം. വിവാദങ്ങൾ, ഭരണനാടകങ്ങൾ, വേൾഡ് വാർ II, സ്റ്റാലിൻ, ഹിറ്റ്ലറിൻ്റെ കഥകൾ, ഇതെല്ലാം ഓക്കെ, ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിന് നമ്മൾ കേൾക്കുന്നു, കാണുന്നു. പക്ഷേ നമ്മൾ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ടുവന്ന പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഈ സംസ്ഥാനത്തിൻ്റെ ആവശ്യം. കഴിഞ്ഞ 12 കൊല്ലം ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക സ്ഥിതി നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം. ഞാൻ 3 ഉദാഹരണമായിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിൽ കേരളത്തിൻ്റെ PSUവിനെ കുറിച്ച് ഒരു ചർച്ച നടന്നിട്ടുണ്ട്. 10 കൊല്ലം നമ്മളെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ സ്ഥിതി ഇവിടെ എന്താണ്, പിന്നെ മറുവശത്ത് പിന്നെ നമ്മുടെ നരേന്ദ്രമോദിജി വന്ന ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൻ്റെ സ്ഥിതി എന്താണ്. ഇത് നിങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കണം. ഇവിടെ നഷ്ടം ജനങ്ങളുടെ തലവേദനയായിട്ട് മാറുന്നു. അവിടെ HAL ആണോ, മാസഗോൺ ഡോക്കാണോ, ഏത് പബ്ലിക് സെക്ടർ യൂണിറ്റാണോ, പബ്ലിക് സെക്ടർ ബാങ്ക് ആണോ, 14 നശിച്ച് ദുർബലമായി കിടക്കുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെല്ലാം മാറ്റിയത് നരേന്ദ്രമോദിജി സർക്കാരാണ് കഴിഞ്ഞ 12 കൊല്ലം. ഇന്ന് HAL നോക്കൂ, പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കൂ, വലിയ മാറ്റം വന്നിരിക്കുന്നു. അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ കേരളത്തിൻ്റെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ജനങ്ങളുടെ ഒരു തലവേദനയായിട്ട് മാറ്റിയതാണ് കഴിഞ്ഞ 10 കൊല്ലം CPM സർക്കാർ. രണ്ടാമത്തേത് ഒരു ഉദാഹരണമായിട്ട് പറയാണ്, തൊഴിലില്ലായ്മ. കഴിഞ്ഞ 10 കൊല്ലം, 12 കൊല്ലം നമ്മുടെ സംസ്ഥാനത്തിൽ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്? നമ്മളെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും, അത് ഉമ്മൻചാണ്ടി സർക്കാരാണോ പിന്നെ പിണറായി വിജയൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പക്ഷേ നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് കൃത്യമായി അറിയാം, നിങ്ങൾക്കും അറിയാം. വലിയ വലിയ ഫാക്ടറീസ് വരുന്നു. കോൺഗ്രസിൻ്റെ കാലത്ത് മാനുഫാക്ചറിങ് ഇന്ത്യ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നടക്കുന്ന രഘുറാം രാജനായിരുന്നു കോൺഗ്രസിൻ്റെ, രാഹുൽ ഗാന്ധിൻ്റെ ഏറ്റവും മുതിർന്ന ഒരു സുഹൃത്ത്. ഇന്നെന്താണ്? അതേ ചൈനേൻ്റെ ഫാക്ടറീസ് ഇവിടെ വരുന്നു. ആപ്പിൾ ആണോ സാംസുങ് ആണോ, വലിയ വലിയ ഫാക്ടറീസ് ഇന്ത്യയിൽ വരുന്നു. 1000 ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരുടെ അടുത്തും ഉണ്ട്. പക്ഷേ നമ്മളെ മുമ്പിൽ ഈ സംസ്ഥാനമാണോ രാജ്യമാണോ, ശരിക്കും 2 ഓപ്ഷൻസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു സാധാരണ ജനൻ്റെ മുമ്പിൽ ഒരു 2 ഓപ്ഷനാണ്. ഒന്ന്, 65-70 കൊല്ലമായിട്ട് ആ ഒരു പഴയ ഭരണനാടകം, എന്തെങ്കിലും പറയുക, വിവാദം സൃഷ്ടിക്കുക, പക്ഷെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, വലിയ സ്പീച്ച് അടിക്കുക, റീലുണ്ടാക്കുക, പിന്നെ അസംബ്ലിയിൽ പോയിട്ട് സ്റ്റാലിനും ഹിറ്റ്ലറിനെ കുറിച്ച് പ്രസംഗിക്കുക. ഇത് ഒരു വശത്ത്. മറുവശത്ത് നരേന്ദ്രമോദിജീൻ്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. 10, 20, 30, 40 കൊല്ലമായി പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ അധ്വാനിച്ച് പരിഹരിക്കുക. അതിൻ്റെ പൊളിറ്റിക്കൽ കോസ്റ്റ് എല്ലാം നോക്കിയിട്ടല്ല, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കൃത്യമായി ഒരു ബോധ്യം ഉണ്ടാക്കി പരിഹരിക്കുക. ഈ 2 പോളിറ്റിക്സിൻ്റെ, ഈ 2 രാഷ്ട്രീയത്തിൻ്റെ 2
ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, കേരളത്തിൽ കോൺഗ്രസും CPM-ൻ്റെ രാഷ്ട്രീയം, കർണാടകയിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, ഹിമാചലിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, UPA ഭരിച്ചപ്പോൾ 10 കൊല്ലം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. മറുവശത്ത് ഞാൻ പറഞ്ഞ പോലെ 12 കൊല്ലം ഇന്ത്യയെ കൃത്യമായി നന്നായി മുമ്പോട്ട് കൊണ്ടുപോയ നരേന്ദ്രമോദിജിൻ്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഇല്ല, നോക്കൂ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ED ഇവിടെ ഒരു കേസിന് വരുമ്പോൾ വണ്ടി തല്ലിപ്പൊളിക്കുന്നു, അത് CPM-ൻ്റെ ഒരു രീതി. നമ്മുടെ നരേന്ദ്രമോദിജി ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമം നടത്തുന്നു. ഞങ്ങൾ സുഗതനെ പിന്തുണയ്ക്കുന്നു, അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവാണ്. നിയമപരമായ 100% ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് രാഷ്ട്രീയമുണ്ട്, എൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ ആരെയും വണ്ടി പോയി പൊളിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല, മനസ്സിലായില്ലേ? അത് CPM-ന് വിട്ടുകൊടുത്താൽ മതി. അവർ രാഷ്ട്രീയം ചെയ്യുന്നു. സുഗതനെ സംരക്ഷിക്കാൻ ഈ പാർട്ടി, ഇത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് സഖാവാണോ, SHO ആണോ, പോലീസിൽ ഒരു മാർക്സിസ്റ്റാണോ, നിങ്ങൾ കൃത്യമായി എൻ്റെ മെസ്സേജ് പഠിച്ച് മനസ്സിലാക്കണം. സുഗതനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സുഗതനെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാവും. അത് നിയമപരമായി ചെയ്യും. വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് തല്ലി പൊളിക്കുന്ന രീതി ഞങ്ങൾ ചെയ്യില്ല. ഒരു സന്ദേശവുമല്ല. ഇത് ഗിൽറ്റി വെൻ കൺവിക്റ്റഡ്, ഇന്നസെൻറ്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി. അതാണ് ഇന്ത്യൻ്റെ സംവിധാനം പറയുന്നത്. അത് ഞങ്ങൾ പാലിക്കുന്നു. CPM-ന്റെ കേസ്, CPM-ന്റെ പോലീസുകാരായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു മിനിറ്റ്. ഇതിനെക്കുറിച്ച് പാർട്ടിൻ്റെ നിലപാട് ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റും മേയറും കൗൺസിലർമാരെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം അല്ല അവർ പറഞ്ഞിരിക്കുന്നത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടാണ്. ഇതിനെക്കുറിച്ച് ഇനി ഞാനൊരു വിവാദത്തിൽ കയറാനോ എന്നെ കയറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത്, നടക്കില്ല. ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഞങ്ങൾ ചെയ്യും എന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് SHO-നും ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ സഖാമാർക്കും ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കും ഉണ്ടാകാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇത് പോളിറ്റിക്സ് ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾക്ക് കളിക്കാനും ഞങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്.